മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്നത് PC ജ്വല്ലറാണ്. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഇന്നത്തെ സ്റ്റാറ്റസ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ്, ആ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഒരൊറ്റ വീഡിയോയിലായിട്ട് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ കൂടെ കൂടുക. ഇത് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്തതിന് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. PC ജ്വല്ലറി ഇന്നത്തെ പ്രൈസ് 10 രൂപ 30 പൈസയാണ്. അഥവാ 2026 ജൂലൈ മാസം 3-ാം തീയതി. അപ്പോൾ 2026 ജൂലൈ മാസം 3-ാം തീയതി നമ്മളിത് ചെയ്യുമ്പം ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് 10 രൂപ 30 പൈസ, അഥവാ 45 പൈസ പോസിറ്റീവായിട്ടുണ്ട്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 4.57% ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 9 രൂപ 91 പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം. ടുഡേ ഹൈ നോക്കുകയാണെങ്കിൽ 11 രൂപ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട്. അഥവാ 1 രൂപ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ 80 പൈസ വ്യത്യാസത്തിൽ ഹോജി ക്വാണ്ടിറ്റി വാങ്ങിച്ച് വിൽക്കുന്ന ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇൻട്രാഡേ ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 റിസ്ക്കുള്ള കാര്യം കൂടിയാണെന്ന് നമ്മൾ സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. നെക്സ്റ്റ് 52 വീക്ക് ലോ പോയിട്ടുള്ളത് 7 രൂപ 47 പൈസയാണ്. 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് 19 രൂപ 65 പൈസ വരെ മേലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് നടത്തിയ ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ കമ്പനി അവസരം കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 9594 crore. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 13.35, PB റേഷ്യോ 1.09, ഇൻഡസ്ട്രി PE റേഷ്യോ 49.97, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.14, ROI അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി 8.74%, EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 0.74, ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 9.03, ഫേസ് വാല്യൂ 1 രൂപയുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിക്ചർ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് ഫിനാൻഷ്യൽ സൈഡ് നോക്കാം. ആദ്യം ക്വാർട്ടർലി, പിന്നെ നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം. ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പം റവന്യൂ ആൻഡ് പ്രോഫിറ്റിൻ്റെ കാര്യം 2025 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ 700 കോടി രൂപയാണ്. പ്രോഫിറ്റ് വന്നിട്ടുള്ളത് 94.78 കോടി രൂപയാണ്. 2025 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2025 എന്നാണ് പറയേണ്ടത്. 2025 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 808 കോടി രൂപ റവന്യൂ ആയിട്ടുണ്ട്. അഥവാ മുമ്പത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 15.39% ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലും വളരെ ഹൈ ആയിട്ടുള്ള ഇൻക്രിമെൻറ്റ് കമ്പനിക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. മുമ്പത്തെ ക്വാർട്ടർ അഥവാ 2025 മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് 2025 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 70.85% വർധനവോട് 162 കോടി രൂപയാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2025 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 210 കോടി രൂപയാണ്. അവിടെയും താഴോട്ട് പോയിട്ടില്ല. പ്രോഫിറ്റിൻ്റെ കാര്യം 210 കോടി രൂപ, അഥവാ 29.40% ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. റവന്യൂയുടെ കാര്യമാണെങ്കിൽ 895 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 10.78% വർധനവ് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് 2025 ഡിസംബർ ക്വാർട്ടറിലാണ്. 2025 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 901 കോടി രൂപ, അഥവാ നേരത്തെ മാസത്തെ അല്ലെങ്കിൽ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 0.62% റവന്യൂയുടെ കാര്യത്തിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ശോകമാണ്. 190 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. നേരത്തെ അപേക്ഷിച്ച് ഇതിൽ അല്പം 9.28% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2026 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം റവന്യൂ 946 കോടി രൂപ. വർധനവ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 5.08% ആണ്. 153 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ്. അഥവാ ഡിസംബർ ക്വാർട്ടറിൽ ക്രോസ് ചെയ്ത് പറയുകയാണെങ്കിൽ 19.57% മൈനസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇയർലി ബേസ് ചെയ്തിട്ട് ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ നമുക്കിതിൻ്റെ ഒരു പിക്ചർ കിട്ടും. 2025 വരുമ്പം 2025 അല്ല 2021 വർഷം അവസാനിക്കുമ്പം 2850 കോടി രൂപയാണ് റവന്യൂ കമ്പനിക്കുള്ളത്. അതിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 62 കോടി രൂപയാണ്. നെക്സ്റ്റ് 2022 വരുമ്പം രണ്ടും നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് നെഗറ്റീവാണ്, മൈനസായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ റവന്യൂയുടെ കാര്യം 1659, 41% കുറവായിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 391 കോടി രൂപ കമ്പനിയുടെ നെഗറ്റീവ് സൈഡായിട്ടാണ് പോയിട്ടുള്ളത്. 730.65% നെഗറ്റീവായി ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 2024 വർഷം അവസാനിക്കുമ്പം 670 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 74.59% നെഗറ്റീവാണ്. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യം 629 കോടി രൂപയാണുള്ളത്. 209.72 നെഗറ്റീവാണ്. എന്നാൽ എല്ലാത്തിലും ഉപരി ഹോപ്പ് തരുന്നത്, വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ വർഷമാണ്. 2025 മുൻ വർഷത്തെക്കാൾ അപേക്ഷിച്ച് വളരെ വലിയ ഒരു ഹൈപ്പ് കമ്പനിയുടെ ജമ്പിങ് നടത്തിയിട്ടുണ്ട്. 2372 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. നേരത്തെ അപേക്ഷിച്ച് 254.08% കമ്പനിയുടെ റവന്യൂ ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കാര്യം തദൈവ 578 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 191.79% കമ്പനിക്ക് 2025 ഇൻക്രിമെൻറ്റ് നടത്താൻ പറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഹോപ്പ് തരുന്നുണ്ട് എന്ന പേഴ്സണലി ഒപ്പീനിയൻ മാത്രമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്വന്തമായി അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കയറ്റിറക്കങ്ങളും ചലനങ്ങളൊക്കെ കൃത്യമായി വീക്ഷിക്കുക. ശേഷം മാത്രമേ ഇത് എടുക്കണോ വേണ്ടയോ എന്ന് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സ്വന്തം തീരുമാനിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അനലിസ്റ്റിൻ്റെ സഹായം കൂടി തേടുക. നെക്സ്റ്റ് നമ്മൾ പലപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്, ഈ സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് ആരൊക്കെയാണ് നടത്തിയിട്ടുള്ളത് നോക്കും. കാരണം അവരിതിലേക്ക് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം മികച്ചു നിൽക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെയും ഈ ഒരു വലിയൊരു ചതി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പേപ്പർ ട്രേഡിങ് എന്നല്ല, മറിച്ച് ഷാഡോ കമ്പനികളൊക്കെ കൊടുത്തിട്ട് ആ പേരിലേക്ക് മാറ്റി പല വിധങ്ങളിലായിട്ടുള്ള റൂട്ട് തിരിച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് അത് ശതമാനക്കണക്കിൽ കാണാൻ പറ്റും. എങ്കിലും റിട്ടെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 43.47% ആണ് കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വന്നിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ, അഥവാ പ്രൊമോട്ടേഴ്സ് മീൻസ് ആ കമ്പനിയുടെ ഉടമകൾ എന്നാണ് അർത്ഥമാക്കുന്നത്, 38.49% ആണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഷെയർ കാണിക്കുന്നുണ്ട്, ഷെയർ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് 13.28%. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 4.63% തിരക്കേടില്ലാത്ത ഹോൾഡിംഗ് പാറ്റേൺ ആണ്. മ്യൂച്വൽ ഫണ്ടുകാരുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നാമമാത്രമായിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. എങ്കിലും 0.12% ആണുള്ളത്. ശരിക്കും നമ്മളിനി ചെയ്യേണ്ടത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗിനേഴ്സാണ് കേൾക്കുന്നതെങ്കിൽ ചാടി പിടിച്ചുകൊണ്ട് 10 രൂപയുടെ സ്റ്റോക്കല്ലേ 1000 രൂപയ്ക്ക് ഇത്രണ്ണം വാങ്ങിക്കാമല്ലോ, അതൊരു 10 പൈസ കൂടി ഇത്ര ലാഭം കിട്ടുമല്ലോ എന്ന അനന്തമായ ചിന്ത ഒഴിവാക്കിയിട്ട് ഇത് സ്റ്റോക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആദ്യം 1 മാസമോ 2 മാസം വീക്ഷിക്കുക. എന്നിട്ട് നമ്മൾ മുടക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി ആലോചിച്ച് മാത്രം നമ്മുടെ ഹാർഡ് ആൻഡ് മണി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പെടുന്ന രീതി, വാങ്ങിച്ചു വെച്ച ആ ഒരു പ്രൊഡക്റ്റ് പിന്നീട് കയറി കിട്ടാൻ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകും. അത് വളരെ വലിയ ഒരു ക്ഷീണം നമുക്കുണ്ടാക്കും. കാരണം ഇതല്ലേ മറ്റ് സ്റ്റോക്കുകൾ ധാരാളമായി നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് അത് വാങ്ങിക്കുന്നതും കൂടി ഇത് വാങ്ങിച്ചു വെച്ചത് കൊണ്ട് എന്തായി മുടങ്ങിപ്പോവും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. പുതിയ ട്രേഡിംഗ് ദിനങ്ങളും ലാഭകരമായ ദിവസങ്ങളൊക്കെ ആശംസിക്കുന്നു. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതോടെ എല്ലാവർക്കും നന്ദി. താല്പര്യമുള്ളവർ കൂടെ കൂടുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ്.